ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ ബജാജിനെ കഴിഞ്ഞിട്ടുള്ള വേറൊരു ബ്രാൻഡ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. RS200 ലോഞ്ച് ആയിട്ട് ഏകദേശം 10 വർഷമായിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം കോസ്മെറ്റിക് ചേഞ്ചസ് ആണ്. അപ്പം പുതിയ 2025 RS200 എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് നോക്കാം. മെയിനായിട്ട് ഈ 3 കളേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. എല്ലാ തവണത്തെയും പോലെ പെയിൻറ്റ് മാത്രം മാറ്റിയല്ല ഇപ്രാവശ്യം ഇറക്കിയിരിക്കുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഫുൾ LED ഹെഡ്ലൈറ്റ് ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ മീറ്റർ കൺസോളിലേക്ക് വരുവാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് കൊണ്ടുവരിക്കുന്നത്. പൾസർ 125 മുതൽ ഈ സെയിം മീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ടെയിൽ സെക്ഷനാണ്. അതായത് പഴയ ടെയിൽ ലൈറ്റ് എടുത്ത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ടെയിൽ ലൈറ്റാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് പേഴ്സണലി കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസൊക്കെ ടെയിൽ ലൈറ്റ് സെക്ഷൻ കണ്ടപ്പോൾ തോന്നി. അതായത് ഒരു ക്വാളിറ്റി കുറവൊക്കെ തോന്നി. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഈ ഒരു കളറാണ്. അതായത് ഈ വൈറ്റും റെഡും കോംബോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ നമ്മുടെ റിയർ ടയർ 130 സെക്ഷനിൽ നിന്ന് 140 സെക്ഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ ഇതുവരെ USB ഫോക്സും കാര്യങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് പുതിയ RS200 വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്.